എല്ലാവർക്കും നമസ്കാരം. മണിയൂർ ഡയമണ്ട് ക്ലബിൻ്റെ ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ, അവയ്ക്ക് കാലികമായുള്ള പ്രസക്തി എന്നീ വിഷയങ്ങളെക്കുറിച്ച് അല്പസമയം സംസാരിക്കണമെന്ന് മുകുന്ദൻ മാസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയായിരുന്നു. ഏതാണ്ട് 60 വർഷമായി പ്രവർത്തിച്ചു വരുന്ന, നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് എന്ന് എനിക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ ആ ക്ലബിൻ്റെ ഭാരവാഹിയായിട്ടുള്ള മുകുന്ദൻ മാസ്റ്റർ, അതുപോലെ മുൻ ഭാരവാഹിയായിട്ടുള്ള മിഥുൻ്റെ ഭാര്യയും ഞങ്ങളുടെ സഹപ്രവർത്തകയും, ചാനലിൽ ഞങ്ങളുടെ സഹപ്രവർത്തകയുമായിട്ടുള്ള ആതിര എന്നിവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഗാന്ധിജിയുടെ ദർശനങ്ങൾ പ്രയോഗിച്ചു നോക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കുന്നതിന് മുമ്പേ തിരസ്കരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഗാന്ധി ജനിച്ച നമ്മുടെ നാട്ടിൽ കാണുന്നത്. രാഷ്ട്രപിതാവിനെ ഇത്രമേൽ അനാദരിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു ജനസമൂഹം ലോകത്ത് വേറൊരു രാജ്യത്തും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അമേരിക്കയിൽ ബുക്കർ ടി വാഷിങ്ടണിനെ കുറിച്ചോ ഏബ്രഹാം ലിങ്കനെ കുറിച്ചോ പഠിക്കാത്ത കുട്ടികളുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു സമൂഹമല്ല അവർ. അവരുടെ പാഠപുസ്തകങ്ങളിൽ മുതൽ രാഷ്ട്ര നിർമ്മാണപരമായ കാര്യങ്ങളിൽ വരെ ഞാനീ പറഞ്ഞ അവരുടെ സ്ഥാപക പിതാക്കളുടെ ദർശനങ്ങളാണ് ആഴത്തിൽ വേരോടുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ ഗാന്ധിയെ തമസ്കരിക്കാമോ അതാണ് നമ്മൾ കാണുന്നത്. ഗാന്ധി മാർഗത്തിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രയോഗിക്കപ്പെടുക പോലും ചെയ്യാതെ ഒരു നിന്ന അവഗണന, അതാണ് നമ്മൾ നൽകുന്നത്. ഗാന്ധിയെ പ്രതീകാത്മകമായി വധിക്കുന്നത് മുതൽ ഗാന്ധിയുടെ സ്മാരകങ്ങൾ ആധുനികവൽക്കരിക്കുക, നവീകരിക്കുക എന്നതിൻ്റെ പേരിൽ അവയല്ലാതാക്കുന്ന പ്രവൃത്തികൾ വരെ നടക്കുന്നു. സബർമതി ആശ്രമത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നതാണ്. എത്രമാത്രം അവഗണിക്കുവാൻ, ഇത്രമാത്രം തിരസ്കരിക്കുവാൻ തക്ക ഒരു ദർശനമാണോ ഗാന്ധി മാർഗം എന്നതാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത്, നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത്. വളരെ നിഷ്പക്ഷമായി പറയട്ടെ, ലോകമെങ്ങും ഈ ദർശനം പ്രയോഗിച്ച ധാരാളം പേരുണ്ട്. ഗാന്ധിക്ക് ശേഷം ഗാന്ധിയുടെ അനുയായികളായിട്ടുള്ള ആളുകളുണ്ട്, അനുകർത്താക്കളായിട്ടുള്ള ആളുകളുണ്ട്. ഈ ദർശനത്തിന്റെ സത്ത എടുത്തിട്ട് പുതിയ ദർശനങ്ങളിലേക്ക് ഇത് വളർന്നത് നമ്മൾ കാണുന്നുണ്ട്. പരിസ്ഥിതി മേഖലയിലായാലും, അഹിംസാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലായാലും, സമാധാന ശാസ്ത്രത്തിന്റെ പഠിതാക്കളായാലും ഒക്കെ അങ്ങനെ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ പോലെയുള്ള ലോക നേതാക്കൾ, നെൽസൺ മണ്ടേലയെ പോലെയുള്ള നേതാക്കൾ ഗാന്ധി മാർഗം വളരെ കൃത്യമായി പരീക്ഷിച്ച് വിജയം കണ്ടവരാണ്. പെട്രാ ഗല്ലിയെ പോലെയുള്ള പരിസ്ഥിതി വിദഗ്ധർ, പരിസ്ഥിതി ആക്ടിവിസ്റ്റുകൾ അങ്ങനെ ലോകത്ത് പലയിടത്തുമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ വിനോബ ഭാവെ, ആചാര്യ വിനോബ ഭാവെ അദ്ദേഹത്തിന്റെ ഭൂതാൻ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് മഹാത്മാഗാന്ധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. കേരളത്തിലും ധാരാളം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഉത്തര കേരളത്തിലെ കാര്യത്തിൽ ഞാൻ കൂടുതൽ സംതൃപ്തനാണ്. ഗാന്ധി മാർഗ പഠിതാവ് എന്ന നിലയിൽ, വിദ്യാർത്ഥി എന്ന നിലയിൽ നോക്കുമ്പോൾ ഉത്തര കേരളത്തിലാണ് ഗാന്ധി മാർഗത്തിന് കൂടുതൽ വേരോട്ടമുള്ളത്. സർവോദയ മേള നടക്കുന്നു. ഇന്നാട്ടുകാരനായ ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററെ പോലുള്ള ആളുകൾ അഹോരാത്രം ഗാന്ധിയൻ ദർശനമായ സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് ഒരുപക്ഷെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരതകൾ കൂടുതൽ അനുഭവിച്ച നാട് മലബാർ ആയതുകൊണ്ടാവാം. ബ്രിട്ടീഷ് പ്രൊവിൻസ് ആയിരുന്നു അന്ന് മലബാർ. തിരുവിതാംകൂറിലോ കൊച്ചിയിലോ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഗാന്ധി മാർഗത്തിന്, അല്ലെങ്കിൽ ഗാന്ധി മാർഗത്തിന്റെ സത്തയ്ക്ക് ഈ നാട്ടിൽ, ഉത്തര കേരളത്തിൽ വേരോട്ടമുണ്ട്. ഞാൻ ഈ ദർശനത്തെ സമീപിക്കുന്നത് വളരെ ഒരു മുൻവിധി ഇല്ലാതെയാണ്. മറ്റ് ലോകത്തെ പല ദർശനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗാന്ധി മാർഗം അല്ലെങ്കിൽ ഗാന്ധി മാർഗ തത്വങ്ങൾ എന്തുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമാവുന്നു എന്നുള്ളത്. എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ കുട്ടികളുണ്ടാവും. ഇപ്പോൾ എനിക്കറിയാം, ഇതൊരു ക്ലബിൻ്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിൽ പോലും ധാരാളം കുട്ടികൾ കേൾക്കുന്നുണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. അത് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ട്രെയിനർമാരൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഒരു ഹാളിൽ അവർ ഒരു കൂട്ടം ആളുകളെ ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി. അപ്പോൾ എല്ലാവർക്കും ഓരോ ബലൂൺ കൊടുത്തു, വീർപ്പിച്ച ഓരോ ബലൂൺ എല്ലാവരുടെയും കയ്യിൽ ഒരു സൂചിയും കൊടുത്തു. എന്നിട്ട് ട്രെയിനർ പറഞ്ഞു, നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ അരമണിക്കൂറിന് ശേഷം ഒരു ബലൂൺ അവശേഷിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ
വിജയിയായി ഞാൻ കണക്കാക്കും എന്ന് പറഞ്ഞു. എല്ലാവരും ഇത് പറഞ്ഞു കേട്ട മാത്രമേ സൂചി കൊണ്ട് ബലൂൺ ഒന്നൊന്നായി കുത്തിപ്പൊട്ടിച്ചു. ഏറ്റവും അവസാനം ഒരാളുടെ കയ്യിലും ബലൂൺ അവശേഷിച്ചില്ല. അപ്പോൾ ട്രെയിനർ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ മത്സരത്തിൽ തോറ്റുപോയി. ഇത് മത്സരാധിഷ്ഠിത ലോകമാണ്, മത്സരത്തിന്റെ യുഗമാണ്. പക്ഷേ ഈ മത്സരത്തിൽ നിങ്ങൾ എല്ലാവരും തോറ്റുപോയി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ജയിക്കാവുന്ന ഒരു മത്സരമായിരുന്നു ഇത്. ആരുടെയും ബലൂൺ കുത്തിപ്പൊട്ടിക്കാതെ ഇരിക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ എല്ലാവരും ജയിക്കുമായിരുന്നു. എല്ലാവരെയും ഞാൻ വിജയികളായി പ്രഖ്യാപിക്കുമായിരുന്നു. എല്ലാവർക്കും സമ്മാനം നൽകുമായിരുന്നു. ഞാൻ ഈ കാര്യം ഈ കഥയുടെ പറയാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗാന്ധിയുടെ ദർശനം എങ്ങനെയാണ്? അത് ഭാഗികമായി നിങ്ങൾ പ്രയോഗിച്ചാലും അത് വിജയിക്കും. അത് പ്രയോഗിക്കണമെന്ന് ഗാന്ധി ആരോടും ശാഠ്യം പിടിച്ചിട്ടില്ല. ഞാനീ പറയുന്നതല്ല, ഈ സത്യവും അഹിംസയും എല്ലാം ഗിരിനിരകളോളം തന്നെ, ഹിമാലയൻ ഗിരിനിരകളോളം പഴക്കമുള്ളതാണ്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല, ഇതിന്റെ ഒന്നും അവകാശം എനിക്കല്ല എന്നൊക്കെ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു പരീക്ഷണം എന്ന രൂപത്തിലാണ് മഹാത്മാഗാന്ധി കണ്ടിട്ടുള്ളത്. ഈ പരീക്ഷണത്തിൽ വിജയിക്കാം, ഭാഗികമായി വിജയിക്കാം, വേണമെങ്കിൽ പരാജയപ്പെടുകയും ചെയ്യാം. ഇതൊരു പരാജയപ്പെട്ട ദർശനമാണ് എന്ന് എഴുതി തള്ളിയാലും ഗാന്ധിക്ക് അതിൽ യാതൊരു വിരോധവുമില്ല, ആരോടും പരിഭവവുമില്ല. പക്ഷെ ഈ ദർശനം അനേകം ദർശനങ്ങളിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട ഒരു കരുത്തിന്റെ സത്തയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ബലമുള്ളത് ഒരാൾ എടുത്താൽ, ഒരു ബലമുള്ള ഒരുവൻ എടുത്താൽ മാത്രമേ കനമുള്ളത് പോരൂ എന്ന്. തൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട്, താൻ പഠിച്ച കാര്യങ്ങൾ കൊണ്ട്, തൻ്റെ പൂർവികരുടെ അനുഭവങ്ങൾ കൊണ്ട്, തൻ്റെ പാരമ്പര്യം കൊണ്ട് ഒക്കെ ഗാന്ധി ഉൾക്കൊണ്ട, ബലത്തോടെ ഉൾക്കൊണ്ട, കനത്തോടെ എടുക്കുന്ന ഒരു ദർശനമാണ് ഇത്. ഇതിൻ്റെ ഒരു വിശുദ്ധി, ഇതിൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത് ഇത് എല്ലാവരുടെയും വിജയം ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് എവിടെയും അശാന്തിയുടെ ദർശനങ്ങളാണ് നമ്മൾ കാണുന്നത്. വിദ്വേഷത്തിന്റെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്, എല്ലാവരും സ്വീകരിക്കുന്നത്. തൻ്റെ വിജയത്തിനായി എന്ത് അനീതി ചെയ്യാനും ചൂഷണം ചെയ്യാനും ആർക്കും മടിയില്ലാത്ത ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്രാമത്തിലെ ഒരു ക്ലബ്ബ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഗാന്ധി മാർഗം ഉരുത്തിരിഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു ദർശനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിലല്ല. ഗാന്ധി മനസ്സിലാക്കിയ അനേകം ദർശനങ്ങളുടെ സത്ത ഉൾക്കൊണ്ടിട്ടാണ്. അഹിംസ പരമോ ധർമ്മ എന്ന് പഠിപ്പിക്കുന്ന, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിക്കുന്ന ഹിന്ദുമതത്തിൻ്റെയും, അതുപോലെ തന്നെ ലോക മനുഷ്യ സാഹോദര്യം പഠിപ്പിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെയും, പരസ്പര സ്നേഹം പഠിപ്പിക്കുന്ന ക്രൈസ്തവ ദർശനത്തിൻ്റെയും, വർജനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന ശ്രീബുദ്ധൻ്റെ ബുദ്ധമത ദർശനങ്ങളെ കുറിച്ചും ഒക്കെ ഗാന്ധിക്ക് ജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹം അതൊക്കെ പറയുന്നുണ്ട്. സെർമൺ ഓൺ ദ മൗണ്ട്, ബൈബിളിലെ ഗിരിപ്രഭാഷണം, അതെൻ്റെ മനസ്സിലേക്ക് നേരിട്ട് ഒഴുകുകയായിരുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഭഗവത്ഗീത എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി പലപ്പോഴും ഗീതയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ഇസ്ലാമികമായ സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അനേകം അവസരങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഈ ദർശനങ്ങളിൽ ഒന്നും വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു നാസ്തികന്റെ നാസ്തിത്വമാണ് എൻ്റെ ദർശനം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ഇങ്ങനെ അനേകം പൈതൃകങ്ങളിൽ നിന്ന്, അനേകം പാരമ്പര്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ദർശനമാണ് മഹാത്മാഗാന്ധിയുടേത്. ഇന്ന് ലോകം അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീതിയോടെ കാണുന്ന ഒരു കാലമാണ്. മഹാമാരിയായ കോവിഡിന്റെ സാഹചര്യം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം, പരിസ്ഥിതി നാശത്തിന്റെ കാര്യം ഒക്കെ. ഇവിടെയാണ് സ്വന്തം ആവശ്യങ്ങൾ പരിമിതമാക്കിക്കൊണ്ട് ഒരിക്കലും ലോകത്തെ നോവിക്കാതെ, വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ദർശനത്തിന്റെ പ്രസക്തി. കോവിഡ് പോലെയുള്ള മഹാമാരി എങ്ങനെ ഉണ്ടായി എന്ന് ഇന്നും വ്യക്തമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത് ജൈവായുധ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും വിശ്വസിക്കപ്പെടുന്നത്. ഇത്തരം ആയുധ പരിശീലനങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് ഒക്കെ ഗാന്ധി എതിരായിരുന്നു. അഹിംസയാണ് എൻ്റെ വ്രതം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഹിംസയും സത്യവും ഇഴചേരാതെ ഗാന്ധി മാർഗ ദർശനങ്ങൾ ഒന്നുമില്ല. സഹജീവികളോടുള്ള അഹിംസ, പ്രകൃതിയോടുള്ള അഹിംസ, സത്യത്തിൽ ഇത് രണ്ടും ഒരു കോയിന്റെ, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് മഹാത്മാഗാന്ധി പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ ദർശനം
ഇന്ത്യയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഘട്ടം ഘട്ടമായി നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അല്ലെങ്കിൽ അകറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പരിസ്ഥിതി നാശത്തിന്റെ കാര്യം ഞാൻ തൊട്ട് മുമ്പ് പറയുകയുണ്ടായി. ലോകം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മൂലം വീർപ്പുമുട്ടുമ്പോൾ എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് ഈ ലോകത്തുണ്ട്. എന്നാൽ ഒരാളുടെ പോലും ആർത്തി ശമിപ്പിക്കുവാൻ തക്ക വിഭവങ്ങൾ ഈ ലോകത്തിൽ ഇല്ല എന്ന് പഠിപ്പിച്ച ഗാന്ധിയെ നാം ഓർക്കും. അതുപോലെ തന്നെ പരിസ്ഥിതി നാശത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ യുദ്ധങ്ങളുടെയും അസമാധാനങ്ങളുടെയും വാർത്ത കേൾക്കുമ്പോൾ ഓരോ ദിവസവും ഗാന്ധിയെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയും. കാരണം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന മോശൈക കാലത്തെ നിയമം എടുത്താൽ, അത് ബൈബിൾ പഴയ നിയമത്തിലുള്ള ഒരു കാര്യമാണ്. മോശൈക രീതിയിലുള്ള പ്രതികാരത്തിന്റെ ദർശനം എടുത്താൽ അത് ഈ ലോകത്തെ മുഴുവൻ അന്ധമാക്കും. ഒരാളുടെ കണ്ണ് ഒരാൾ കുത്തിപ്പൊട്ടിക്കുന്നു, തിരിച്ച് മറ്റേ ആളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആളുടെ രണ്ട് കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നു. അപ്പോൾ വീണ്ടും പ്രതികാരം പൂത്ത് എതിരായുള്ള ആളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു. ലോകം മുഴുവൻ അങ്ങനെ അന്ധമായി തീരും എന്ന് ഗാന്ധി മുൻകൂട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ദർശനത്തെ അദ്ദേഹം വർജിച്ചു. അതിന് പകരമാണ് ഈ അഹിംസയുടെ ശക്തി, സ്നേഹത്തിന്റെ ശക്തി അദ്ദേഹം കൊണ്ടുവരുന്നത്. സത്യത്തിനും ഇതേപോലെ തന്നെ വലിയ ശക്തിയുണ്ട്. മനുഷ്യന്റെ ഹൃദയ ദ്രവീകരണത്തിനുള്ള അനന്ത സാധ്യതകൾ അതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സത്യത്തിന്റെ ശക്തിയെ അദ്ദേഹം ഈ സത്യശക്തിയെ ട്രൂത്ത് ഫോഴ്സ് എന്ന് വിളിച്ചു. ആ ട്രൂത്ത് ഫോഴ്സ് അഥവാ സത്യത്തിന്റെ ഈ ശക്തി ഇന്ന് വരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത് ഇല്ല എന്നല്ല അതിനർത്ഥം. ഗാന്ധി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി തന്നെ വളരെ വ്യക്തമായി അത് ഉദാഹരിക്കുന്നുമുണ്ട്. സർ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് മുമ്പും ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സത്യത്തിന്റെ ഈ ശക്തി. സത്യത്തിന്റെ ശക്തി പ്രയോഗിച്ചു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്ന് അർത്ഥമില്ല. ഗുരുത്വാകർഷണ ബലം ന്യൂട്ടന് മുമ്പും ഉണ്ടായിരുന്നതുപോലെ ന്യൂട്ടന് ശേഷവും ഉള്ളതുപോലെ ഇങ്ങനെ സർവധർമ്മത്തെയും തന്നിലേക്ക് ഉൾക്കൊണ്ട് സ്വാംശീകരിച്ച് അത് ഒരു പൊടിപ്രായത്തിൽ എന്നൊക്കെ നമ്മൾ പറയൂലേ, നൽകപ്പെട്ടിട്ടുള്ള ഒരു ദർശനമാണ് ഗാന്ധിജിയുടേത്. ഇന്ന് മതങ്ങൾ പരസ്പര കലഹത്തിന് ആഹ്വാനം ചെയ്യുന്ന, വിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം എല്ലാ നാട്ടിലുമുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഗാന്ധി പറയുക, അല്ലെങ്കിൽ ഗാന്ധിക്ക് എന്തായിരിക്കും പറയാനുള്ളത്? അദ്ദേഹം ഗാന്ധി മാർഗത്തിൽ തന്നെ അതിന് മറുപടി നൽകുന്നുണ്ട്. എല്ലാ മതങ്ങളോടുമുള്ള സമഭാവന, ആശ്രമവ്രതങ്ങളിൽ പ്രാധാന്യത്തോടെ അദ്ദേഹം അത് എഴുതി ചേർത്തു. അത് ആശ്രമത്തിൽ താമസിക്കുന്നവരും ഗാന്ധിയും എന്നും ഉരുവിട്ടു. സർവധർമ്മി സമാനത്വ സ്വദേശി സ്പർശഭാവന എന്നുള്ളത്. എല്ലാ മതങ്ങളോടും സർവമതങ്ങളോടും സമാനമായ ഭാവം. എല്ലാ മതങ്ങളും എൻ്റെ മതം, എല്ലാത്തിനെയും ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലല്ല, എല്ലാ മതങ്ങളും എൻ്റെ മതങ്ങളാണ് എന്നുള്ള ആ ഒരു ഭാവം. എല്ലാ മതങ്ങളോടും തുല്യ പരിഗണന, എല്ലാ മതങ്ങളോടും സ്നേഹം, എല്ലാ മതങ്ങളുടെയും നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം, മതങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന കാരുണ്യ പ്രവർത്തികൾക്കും ആത്മീയ നവോത്ഥാനത്തിനുമൊക്കെ കൂടുതൽ പ്രാധാന്യം. ഓൾ റിലിജിയൻസ് ആർ ഈക്വൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ മതങ്ങളും സമമാണ്, എല്ലാ മതങ്ങളും തുല്യമാണ്, എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനിലേക്ക് നയിക്കുന്ന വ്യത്യസ്തങ്ങളായ പാതകളാണ്, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സന്ദർഭവശാൽ പറയട്ടെ, ഈ സാഹചര്യത്തിൽ മതങ്ങളെക്കുറിച്ചുള്ള ഈ പഠനത്തിൻ്റെ ഈ ഒരു ഗാന്ധിയുടെ നിരീക്ഷണങ്ങളെല്ലാം കണ്ട ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധിയുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വൈക്കം ഇണ്ടന്തുരുത്തി മനയുടെ സമീപത്തുള്ള തേന്മാവിൻ ചുവട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഈ രണ്ട് മഹാത്മാക്കളും സംസാരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാം ഉണ്ട്, എല്ലാ മതങ്ങളും ഒന്നാണ്. അപ്പൊ ഗുരുദേവൻ പല മതസാരവും ഏകമാം എന്ന് പഠിപ്പിച്ച ആളാണ് ഗുരുദേവൻ. അപ്പോൾ ഗുരുദേവനോട് ഗാന്ധിജി പറയുന്നുണ്ട് എങ്കിലും മതങ്ങൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് ഗുരുദേവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുദേവൻ പറയുന്ന മറുപടി മഹാത്മാവ് പറഞ്ഞത് ശരിയല്ല. അങ്ങനെയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, എല്ലാ മതങ്ങളും തുല്യമാണ്, ഒരുപോലെ തന്നെയാണ്, വ്യത്യസ്തമല്ല എന്ന് ഗുരുദേവൻ പറഞ്ഞു. അപ്പോഴും ഗാന്ധിയുടെ സംശയം തീരുന്നില്ല. ഗുരുദേവൻ പറഞ്ഞു, മഹാത്മാഗാന്ധിയോട് പറയുകയാണ്, അങ്ങ്
ഈ എൻ്റെ ഈ വിയോജിപ്പിനെ സ്വീകരിക്കണം. ഞാൻ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസത്തെ അങ്ങ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഈ മാവിൽ അനേകം ഇലകളുണ്ടെങ്കിലും അതൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളില്ലേ? ആ ഇലകളെല്ലാം മാവിൻ്റെ ഇലകളാണ്, എല്ലാം ഒരുപോലെയാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ എല്ലാം ഇലകളുമാണ്, മാവിൻ്റെ ഇലകളുമാണ്, ഒക്കെ ശരിയാണെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അത് ശരിയാണ്. അപ്പോൾ പക്ഷേ ഇവയുടെ എല്ലാം സത്ത എടുത്താൽ, ആ മാവിൻ്റെ ഇല പറിച്ച് ഇടിച്ചു പിഴിഞ്ഞെടുത്താൽ ഏത് ഇല എടുത്താലും അതിൻ്റെ സത്ത ഒന്നായിരിക്കും, സാരാംശം ഒന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിക്ക് തിരുത്താൻ ഒരു മടിയുമില്ല. ഗാന്ധി തൻ്റെ ദർശനങ്ങളെ എപ്പോഴും അങ്ങനെ തിരുത്തലുകളോടെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഗുരുദേവൻ പറഞ്ഞതാണ് കൂടുതൽ ശരി എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അത് ഞാനിപ്പോൾ സന്ദർഭവശാൽ, നമ്മൾ മലയാളികളായതുകൊണ്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ടും സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ മതങ്ങളോടുമുള്ള തുല്യ പരിഗണന, എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനം. ഒരാൾ തൻ്റെ മതത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ, ആഴത്തിൽ മനസ്സിലാക്കിയാൽ, അവൻ മറ്റ് മതങ്ങളെ ആക്ഷേപിക്കുകയില്ല, വിമർശിക്കുകയില്ല, അത് പരിഹസിക്കുകയില്ല. അവൻ സ്വന്തം മതത്തിന്റെ ദർശനങ്ങൾ തന്നെയാണല്ലോ മറ്റു മതങ്ങളിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ പരസ്പര ആദരവിന്റെ ഒരു വെളിച്ചത്തിലായിരിക്കും ഇവയെ കാണുക. ഇവയെ തുല്യ പരിഗണനയോടെ ആയിരിക്കും ബഹുമാനിക്കുക. അപ്പൊ മതങ്ങളുടെ പേരിലുള്ള അശാന്തി, സ്പർദ്ധ അവസാനിക്കും. അവിടെ പരസ്പര പൂരകമായി അവ മനുഷ്യ സമൂഹത്തിൽ വർദ്ധിക്കും. അങ്ങനെയാണല്ലോ ആ മഹാത്മാവ് ആഗ്രഹിച്ചത്. ഈശ്വര അല്ലാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്ന്. അങ്ങനെയാണല്ലോ അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നത്. അക്രമത്തിന്റെയും തീവ്രവാദത്തിന്റെയും അന്തരീക്ഷം സംജാതമാവുന്ന എല്ലായിടത്തും ഈ ദർശനത്തിന് പ്രസക്തി ഉണ്ടാവും. ആരൊക്കെ എത്രമേൽ തമസ്കരിച്ചാലും ഈ ദർശനം അപ്പോഴൊക്കെ കൂടുതൽ ശോഭിച്ചു വരും. അത് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയും, പക്ഷെ എൻ്റെ ആശയത്തെ പരാജയപ്പെടുത്താനാവില്ല. എൻ്റെ ദർശനങ്ങൾ മണ്ണിൽ വീണ്, എൻ്റെ ചോര മണ്ണിൽ വീണ് വീണ്ടും അനേകം ദർശനങ്ങളായി അത് ഉടലെടുത്തു വരും. എന്നെ പോലെ അനേകം ആളുകൾ ഇത് പറയും, ഇത് പ്രോത്സാഹിപ്പിക്കും. അവിടെ വർഗീയതയ്ക്ക് ഇടമില്ല. സ്വന്തം മതത്തിന്റെ ദർശനങ്ങൾ മാത്രമാണ് ശരി എന്നൊരു ബോധ്യം അവിടെ ഇല്ല. അവിടെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന ക്രിസ്തുമതത്തിന്റെ പഠിപ്പിക്കലും, നിന്റെ അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ ചെയ്യുന്നത് അനീതിയാണ്, പാപമാണ്, നീ നിന്റെ വയറ്റിൽ അഗ്നി നിറയ്ക്കുകയാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം മതവും ഒക്കെ പരസ്പര സ്നേഹത്തോടെ പരസ്പര പൂരകമായി മുന്നോട്ട് പോകും. തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും അറുതി വരും. അങ്ങനെ എല്ലാ മതവും തന്റേതെന്ന് വിശ്വസിച്ച, വിശേഷിപ്പിച്ച, അതിനനുസരിച്ച് പ്രവർത്തിച്ച എഴുതിയ വ്യക്തി. എഴുതിയ എന്നതിൽ ഞാൻ വളരെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യമുണ്ട്. ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും, മിക്കതും എഴുതപ്പെട്ടിട്ടുണ്ട്. അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നത് ശരിയാണ്. പൂർണ്ണമായി ആരും തന്നെ പ്രയോഗിക്കാറില്ലെങ്കിലും അവയൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ എഴുതപ്പെട്ടതിൽ തന്നെ ചില വൈരുദ്ധ്യങ്ങളും കാണാം. ആദ്യം മഹാത്മാഗാന്ധി പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നും മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞത് കൂടുതൽ ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ രണ്ടാമത്തെ എഴുത്താണ് കൂടുതൽ ബോധ്യം. ഇതൊക്കെ കാലാനുസൃതമായി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ കാലത്തിന് അനുസരിച്ചുള്ള എന്ന് അദ്ദേഹം അത് പറഞ്ഞു, ആ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞത് കൂടുതൽ ശരിയായിട്ട് തോന്നും. അങ്ങനെയാണ് ഗാന്ധിമാർക്ക് പഠിതാക്കൾ അവയെ കാണേണ്ടത്. അല്ലാതെ ഗാന്ധിജി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്നർത്ഥമില്ല. പരസ്പര വിരുദ്ധം എന്ന് തോന്നാവുന്ന ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഗാന്ധിയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്ന വിദേശ പത്രപ്രതിനിധിയായിരുന്നു ലൂയി ഫിഷർ. ഫിഷർ ഗാന്ധി ആശ്രമത്തിൽ വന്നു, ഗാന്ധിയോടൊപ്പം താമസിച്ചു, ഗാന്ധിയോടൊപ്പം ഭക്ഷണം കഴിച്ചു, ഗാന്ധിജിയെ മനസ്സിലാക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ പത്രപ്രവർത്തകനായില്ല, ഗാന്ധിയൻ ആയി മാറി. പൂർണ്ണ സമയം ഗാന്ധി ആശ്രമത്തിൽ താമസിച്ച് ഗാന്ധിയോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പത്രപ്രവർത്തകർക്ക് എപ്പോഴും ഉണ്ട്, അവസരത്തിലും അനവസരത്തിലും അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾ ചോദിക്കാതെ അവർക്ക് ഇരിക്കാൻ കഴിയില്ല. ഞാനും പത്രപ്രവർത്തകനായതുകൊണ്ട് എനിക്കറിയാം, പ്രകോപനം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പണി. ഫിഷർ ഒരിക്കൽ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, ഒരു കുടുക്ക് ചോദ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ, മഹാത്മാവെ, അങ്ങ് മുഴുവൻ സമയവും അഹിംസയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അഹിംസയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ലക്ഷക്കണക്കായ ഇന്ത്യൻ പട്ടാളക്കാരെ എന്ത് ചെയ്യും? അവരെന്ത് സേവനമായിരിക്കും പിന്നീട് ചെയ്യുക? ഗാന്ധി സംശയിച്ചില്ല. ഗാന്ധി മറുപടി പറഞ്ഞു, ഞാൻ അവരെ ഗ്രാമങ്ങളിലേക്ക് അയക്കും. അവിടെ ഗ്രാമങ്ങളിലെ കർഷകരെയും നെയ്ത്തുകാരെയും സഹായിക്കൂ എന്ന് ഞാൻ അവരോട് പറയും.
അവരങ്ങനെ സഹായിക്കുമ്പോൾ ഈ രാജ്യം വളർച്ച നേടും, ഉദ്ഗ്രഥനം നേടും, ഇന്റഗ്രേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഈ പുരോഗതി നേടും, വളർച്ച നേടും. അപ്പോ ഇങ്ങനെ പറഞ്ഞ ഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ചൈന ഇന്ത്യയെ ആക്രമിച്ചു. അധികം നാൾ കഴിയും മുമ്പേ തന്നെ ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ഗാന്ധിജി താമസിക്കുന്ന സബർമതി ആശ്രമത്തിന്റെ മുകളിലൂടെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ, ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ പോർവിമാനങ്ങൾ വട്ടമിട്ട് പറന്നു. 3 പ്രാവശ്യം പറഞ്ഞു. ഗാന്ധി മുറ്റത്തിറങ്ങിയിട്ട് പറഞ്ഞു വിജയീ ഭവ എന്ന് പറഞ്ഞു. യുദ്ധത്തിന് പോകുന്ന സൈനിക വ്യോമ വിമാനങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ അത് ഹിംസ ആയിട്ടാണെങ്കിലും വിജയിച്ചു വരാൻ തന്നെയാണ് പറയുന്നത്. ഇത് തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ആ സന്ദർഭത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചുമാണ് അത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗാന്ധി തന്നെ പിന്നീട് തിരുത്തുന്നുണ്ട്, ഭീരുവിന്റെ അഹിംസയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ധീരന്റെ ഹിംസയാണ്. അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് വേണം ഗാന്ധിമാർഗ തത്വങ്ങളെ വിലയിരുത്താൻ എന്നുള്ളതിന് ഒരു ആമുഖം എന്ന മട്ടിലാണ് ഞാനിത് പറഞ്ഞത്. ഏത് മേഖല നോക്കിയാലും ഗാന്ധിയുടെ ദർശനങ്ങളുടെ ഇന്നും പ്രസക്തമായ ഭാഗങ്ങൾ നമുക്ക് കാണാം. ആനുകാലിക പ്രസക്തിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ മാധ്യമ മേഖലയിൽ നിന്നുള്ള ഒരാളാണ്. മാധ്യമങ്ങളുടെ കാര്യം പറയും. ഗാന്ധി തന്റെ പ്രസിദ്ധീകരണങ്ങളായ യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നിവയിലൂടെ മാധ്യമ മേഖലയ്ക്ക് എക്കാലവും പാഠമാകുന്ന, വെളിച്ചമാവുന്ന അനേകം ദർശനങ്ങൾ പ്രദാനം ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ വാർത്ത അധികമായി സെൻസേഷണലൈസ് ചെയ്യുമ്പോൾ, അതുപോലെ വാർത്തകളെ അവ ഉള്ളതിനേക്കാൾ എക്സാജറേറ്റ് ചെയ്യുമ്പോൾ, അസത്യത്തോട് അടുക്കുന്ന ചില കാര്യങ്ങൾ വാർത്ത എന്ന രൂപേണ അവതരിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഗാന്ധിയെ ഓർക്കും. ഗാന്ധി പറഞ്ഞ തൻ്റെ സത്യനിഷ്ഠയുള്ള അഹിംസാധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തനത്തിന്റെ കാര്യം ഓർക്കും. ആ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം പലപ്പോഴും അത് 5000 കോപ്പിയിലധികം അച്ചടിച്ചിട്ടില്ലാത്ത പ്രസിദ്ധീകരണങ്ങളാണ്. അവയെ പത്രങ്ങളെന്നോ വലിയ മാധ്യമങ്ങളെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അവയിൽ സത്യത്തിന്റെ ഈ ഒരു സുതാര്യത ഒരു നേർരേഖയിൽ എന്നതുപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. The path of truth is as narrow as it is straight എന്ന് മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. സത്യത്തിന്റെ പാത എത്രമേൽ നേർരേഖയിലുള്ളതാണോ അത്രമേൽ ഇടുങ്ങിയതുമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള മഹാത്മാഗാന്ധി മാധ്യമ മേഖലയ്ക്ക് പ്രദാനം ചെയ്തിട്ടുള്ള വെളിച്ചം അസാധാരണമാണ്. ഞാനത് ഒരു മാധ്യമ മേഖലയെ ഒരു ഉദാഹരണം എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ പ്രായോഗികമാണോ, ഇന്ന് ഇതൊക്കെ പ്രായോഗികമാവുമോ അല്ലേ എന്നുള്ളത് നമുക്ക് സംശയം തോന്നും. അപ്പോൾ അതിനുള്ള ഒരു മറുപടി സമാധാനത്തിലേക്ക്, അഹിംസയിലേക്ക് ഒരു പ്രത്യേക വഴിയില്ല. ചൂഷണങ്ങളുടെയും തട്ടിപ്പുകളുടെയും മാത്രം കാലമായി നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക്, ചൂഷണരാഹിത്യത്തിലേക്ക് ഒരു വഴിയില്ല. സമാധാനം തന്നെയാണ് വഴി. സമാധാനത്തിലേക്കുള്ള പ്രത്യേക വഴി അങ്ങനെ ഒരു വഴിയില്ല. സമാധാനപരമായ, അഹിംസ അധിഷ്ഠിതമായ, നിർമ്മലമായ പ്രവർത്തനങ്ങൾ സ്വന്തം വ്യക്തിയിൽ, ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ, കുടുംബത്തിൽ, അതുപോലെ തന്നെ സമൂഹത്തിൽ, ചെറിയ സമൂഹമെങ്കിൽ ചെറിയ സമൂഹം പ്രയോഗിക്കാൻ ഗാന്ധിമാർഗം പ്രേരണ നൽകുന്നു, തടസ്സമാവുന്നില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിത ഉപയോഗം മാനവരാശിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പുതിയ പുതിയ ചൂഷണത്തിന്റെ, ആസക്തിയുടെ പുതിയ പുതിയ മേഖലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് ഒക്കെ ആയിരുന്നു മുൻകാലങ്ങളിലുള്ളതെങ്കിൽ ഇന്നത് കൂടുതൽ വിലയേറിയ, കൂടുതൽ മനുഷ്യനെ മയക്കുന്ന വിധത്തിലേക്ക് ഇവയുടെ ഉപയോഗം വർദ്ധിക്കുന്നു. പുതിയ പുതിയ മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നു. പുതിയ തലമുറ യുവജനങ്ങൾ അതിന് അടിമപ്പെടുന്നു. ഇങ്ങനെ ആസക്തികളുടെ ഒരു കാലഘട്ടത്തിൽ, ആയുധ വ്യാപാരം അശാന്തി വിതയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പരിസ്ഥിതി നാശം സർവ്വമേഖലയെയും വീർപ്പുമുട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കോർപ്പറേറ്റ് യുഗം മനുഷ്യനെ മനുഷ്യനല്ലാത്ത ആക്കുന്ന വിധത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിൽ, ചൂഷണത്തിന്റെ വലകൾ കൂടുതൽ വ്യാപകമാവുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധി മാർഗത്തിന് പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറിയും കുറഞ്ഞും അതിൻ്റെ പ്രയോഗത്തിൽ അത് വ്യക്തമാവുകയും ചെയ്യും, അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും. ഇന്നും ഇന്ത്യയെ ഒരു മാതൃകയാക്കിക്കൊണ്ട്, ഇന്ത്യയെ ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് ഗാന്ധിജി ഈ ദർശനങ്ങളെല്ലാം പറഞ്ഞത്. ഇന്നും താൻ ആഗ്രഹിച്ച പ്രകാരമുള്ള ഏതെങ്കിലും ഒരു കാര്യം, അത് ഖാദിയാവട്ടെ, മദ്യനിരോധനമാവട്ടെ, അല്ലെങ്കിൽ ഗോ സംരക്ഷണമാവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ
അതിൻ്റെ ഫലം ആ മേഖലയിലെങ്കിലും കിട്ടും, അതിൻ്റെ പുരോഗതി ആ മേഖലയിലെങ്കിലും ഉണ്ടാവുന്നുണ്ട്. ഇന്നും കേരളത്തിൽ പോലും, കേരളം വളരെ അഡ്വാൻസ്ഡ് ആണ് എന്ന് നമുക്കറിയാം, പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നതാണ്. കേരളത്തിൽ പോലും പശുക്കളെ വളർത്തി ഉപജീവനം കഴിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ദീർഘവീക്ഷണത്തോടെ കൗ ബേസ്ഡ് എക്കോണമി എഴുതിയ മഹാത്മാഗാന്ധിയെ, നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ എഴുതിയ ഗാന്ധിയെ, അതേക്കുറിച്ച് തുടർന്ന് ഗാന്ധിക്ക് ശേഷം പറഞ്ഞിട്ടുള്ള കുമരപ്പാജിയെ ഒക്കെ ഓർക്കുമ്പോൾ ഇന്നും ഒരു കുടുംബം പുലരുന്നത് ഒരു പശുവിനെ വളർത്തിയിട്ടുള്ള ആദായത്തിൽ നിന്നാണ്, വരുമാനത്തിൽ നിന്നാണ് എന്നുള്ള ഉദാഹരണം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ മനസ്സിലാക്കും, എത്രയേറെ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു മഹാത്മാഗാന്ധി എന്നുള്ളത്. നമ്മുടെ വികസന സങ്കല്പങ്ങളെല്ലാം വലുതിലേക്ക് അടുക്കുന്നതാണ്, ചെറുതിലേക്ക്. അതുകൊണ്ടാണ് സബർമതി ആശ്രമം പൊളിച്ച് നിലം പരിശാക്കിയതിനു ശേഷം വളരെ വലുത് പണിയണം, വളരെ വലുത്, അങ്ങനെയുള്ള ഒരു ദർശനത്തിന്റെ ആളായിരുന്നേ ഇല്ല മഹാത്മാഗാന്ധി. അദ്ദേഹം ചെറുതിന്റെ ആളാണ്. അദ്ദേഹത്തിന് ശേഷവും അതുപോലെ ചെറുതാണ് സുന്ദരം എന്ന് പറഞ്ഞ E.F. ഷുമാക്കർ ഉണ്ട്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ അദ്ദേഹം ബുക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെയൊക്കെയുള്ള ആളുകൾ, ഷുമാക്കറെ പോലെ, മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകൾ ഈ ചെറുതിന്റെ നന്മയാണ് അവർ ഉൾക്കൊണ്ടത്, അവരാഗ്രഹിച്ചത്, അവർ സ്വാംശീകരിച്ചത്. അവിടെയാണ് നമ്മുടെ വികസന സങ്കല്പങ്ങൾക്കെല്ലാം ഒരു പാഠഭേദം ആവശ്യമാണ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് വികസനം എന്നതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുക? എല്ലാ ഗ്രാമത്തിലും ഒരു വിമാനത്താവളം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിവേഗ റെയിൽ ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മുടെ വികസന സങ്കല്പത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മുടെ പ്രയോറിറ്റി അതിലാണ്, മുൻഗണനാക്രമം അതാണ് നമ്മുടെ മനസ്സിൽ രൂപം കൊടുക്കുന്നത്. നമ്മൾ അതാണ് വിചാരിക്കുന്നത്, ഇത് തന്നെയാണ് വികസനം എന്ന്. പക്ഷെ ഗാന്ധി ആരോടൊപ്പം നിന്നു? ഈ വികസനത്തിന്റെ എല്ലാം ഇരയാവുന്ന ഏറ്റവും അവസാനത്തെ ആളോടൊപ്പം. അതിനായിട്ട് ഗാന്ധി ഒരു ദിശാസൂചി തന്നെ സമൂഹത്തിൽ എല്ലാവർക്കുമായി നൽകിയിട്ടുണ്ട്. ഒരു വികസന സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, അത് നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നിരീഹതയുള്ള മനുഷ്യനെ, ഏറ്റവും അവസാനത്തെ മനുഷ്യനെ, ഏറ്റവും നിസ്സഹായനായ മനുഷ്യനെ ആദ്യമായി കണ്ടുകൊണ്ട് അവന്റെ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അവന് നിങ്ങളുടെ ഈ പ്രവൃത്തി എങ്ങനെ സഹായമാവും എന്ന് നിങ്ങൾ ആലോചിക്കുക. അവന് സഹായകമാവുന്നു എങ്കിൽ ആ ഏറ്റവും അവസാനത്തവനെ ആദ്യമായി കണ്ടുകൊണ്ട്, ഒന്നാമൻ എന്ന മട്ടിൽ കണ്ടുകൊണ്ട്, അവന് സഹായമാവുന്ന വിധത്തിലുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നാണ്. സംശയം തോന്നുമ്പോൾ, മനസ്സിൽ സംശയം ഉടലെടുക്കുമ്പോൾ, ഗാന്ധിയുടെ ഈ ടാലിസ്മാൻ, ഈ ദിശാസൂചി നമുക്ക് മാതൃകയാവട്ടെ. നമുക്ക് നമ്മുടെ വികസന സങ്കല്പങ്ങൾക്ക് അതാവട്ടെ ഒരു പ്രയോറിറ്റി നിശ്ചയിക്കുക, മുൻഗണനാ ക്രമം നിശ്ചയിക്കുന്നത് അതാവട്ടെ. ഗാന്ധിയെ പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അതാണ്. ഗാന്ധി രാഷ്ട്രപിതാവായിട്ടുള്ള ഒരു രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഗാന്ധിയുടെ ചില ദർശനങ്ങൾ ഗവൺമെന്റ് ആയാലും അതുപോലെ ജനസമൂഹമായാലും പ്രയോഗിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിന് വിരുദ്ധമായി ഇപ്പൊ സ്വച്ഛ ഭാരത് മിഷൻ കേന്ദ്ര ഗവൺമെന്റിൻ്റെത്, അത് എല്ലാവരും അംഗീകരിക്കും, വളരെ നല്ല കാര്യമാണ് എന്നുള്ള കാര്യം. മഹാത്മാഗാന്ധിയുടെ ആ ഗാന്ധി വൃക്ഷത്തിലെ 2 തളിരിലകൾ എന്ന് ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 2 പേര് കോഴിക്കോട്ട് വന്നു. ഈ കൊറോണ കാലത്തിന് തൊട്ട് മുമ്പ് ആനന്ദ് ഗോഗാനിയും മഹാത്മാഗാന്ധിയുടെ പ്രഭവപുത്രന്മാരായിട്ടുള്ള 2 പേരാണ് അവര്. അതുപോലെ തുഷാർ ഗാന്ധിയും. അവർ 2 പേരും പറഞ്ഞു, ശരിയാണ്, മഹാത്മാവ് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ മോദിജി നടപ്പാക്കുന്നത്. പക്ഷേ മഹാത്മാവ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടപ്പാകുന്നു. കേന്ദ്ര ഗവൺമെന്റിലായാലും സംസ്ഥാന ഗവൺമെന്റിലായാലും. ഞാൻ ഇതിന്റെ ഒന്നും വക്താവല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല ധൈര്യമായി പറയാം, 300-ലേറെ ദിവസങ്ങളായി കർഷകർ നിരാഹാരമിരിക്കുമ്പോൾ അത് പരിഹരിക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ആർഷഭാരതത്തിൽ സംവിധാനങ്ങളില്ലേ? അവർ തെരുവിൽ തന്നെ ഇരുന്ന് മരിച്ചു തീരട്ടെ എന്ന് 673 പേർ അവിടെ ഇരുന്ന് മരിച്ചുപോയി. ആ സമരത്തിനിടെ തന്നെ മരിച്ചുപോയി. അവർ നാടിനെ അന്നമൂട്ടുന്നവരാണല്ലോ. അത് പരിഹരിക്കുവാൻ എത്രയോ സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. വളരെ അർത്ഥവത്തായ ചർച്ചകളിലൂടെ പരിഹരിക്കാം. അഹിംസയുടെ അനേകം മാർഗങ്ങളുണ്ട്. ചർച്ച പോലും നടക്കുന്നില്ലാതെ അങ്ങനെ ഇരിക്കുന്നു. സമരങ്ങൾ പലതും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തിന്റെ വീർപ്പ് മുട്ടലിൽ നിന്ന്, അസംതൃപ്തിയിൽ നിന്ന് ഒരു അവസാനത്തെ ആയുധം എന്ന നിലയിലൊക്കെ ഉണ്ടാകുന്നതാണ്. അത് അവരെ ബോധ്യപ്പെടുത്തുകയും അവരുമായി സംസാരിക്കുകയും ചെയ്ത് ശാന്തമായി അത് അവസാനിപ്പിക്കാവുന്നതാണ്. അഹിംസയുടെ മാർഗത്തിൽ അത് അവസാനിപ്പിക്കാവുന്നതാണ്. ഈ ഒരു ഗാന്ധിയൻ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ
പുതിയ വെളിച്ചം കടന്നു വരും. ലെറ്റ് കൈൻഡ്ലി ലൈറ്റ് എന്നാണ് മഹാത്മാഗാന്ധി പലപ്പോഴും എഴുതിയിട്ടുള്ളത്, പ്രാർത്ഥിച്ചിട്ടുള്ളത്. വെളിച്ചമേ നയിച്ചാലും എന്നുള്ളത്. പുതിയ വെളിച്ചത്തിലേക്ക് പുതിയ ആളുകൾ, പുതിയ തലമുറ വളർന്നു വരുവാൻ ഗാന്ധി മാർഗദർശനങ്ങൾ സഹായിക്കും. ഗാന്ധി തന്നെ പരീക്ഷണങ്ങളിലൂടെയാണ് ഇവയെല്ലാം സമീപിച്ചത്. ഇന്ന് രോഗങ്ങളും അതുപോലെ അനുബന്ധ പ്രയാസങ്ങളുമാണ് മനുഷ്യനെ ഏറ്റവും വീർപ്പ് മുട്ടിക്കുന്നത്. അത് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ല, ശിശുവെന്നോ വൃദ്ധനെന്നോ ഭേദമില്ല, താഴെപ്പട്ടിണിക്കാരനെന്നോ കോടീശ്വരനെന്നോ ഭേദമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല. പല വിധത്തിലുള്ള രോഗങ്ങൾ, അശാന്തികൾ ഉണ്ടാകുന്നു. അവിടെ അനാരോഗ്യം വിളയാടുന്ന ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ ദർശനം. ആരോഗ്യം എന്നാൽ രോഗമില്ലാത്ത ഒരവസ്ഥ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഗാന്ധി അതിന് ഉപയോഗിക്കുന്ന സുജീവിതമെന്നും സ്വാസ്ഥ്യമെന്നും ഒക്കെയാണ്. അതിനുള്ള മാർഗങ്ങൾ അദ്ദേഹം അനേകം അവസരങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഈ നേച്ചർ തന്നെയാണ് ക്യൂർ, ഈ പ്രകൃതി തന്നെയാണ് ഈ രോഗങ്ങൾക്കും ഈ അസ്വസ്ഥതകൾക്കും ശാന്തി ഉണ്ടാക്കേണ്ടത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ജനോപകാരപ്രദമായ അനേകം കാര്യങ്ങൾ നിത്യജീവിതത്തിൽ പകർത്തേണ്ടതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, സമയ പരിമിതി മൂലം അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. തന്നെയുമല്ല, അതൊക്കെ പ്രയോഗത്തിൽ മാത്രം ആളുകൾക്ക് ഫലപ്പെടുന്ന കാര്യങ്ങളാണ്. ജീവിത രീതിയായാലും ഭക്ഷണ രീതിയായാലും ആഹാരക്രമം ഒക്കെ ആയാലും അത് സ്വജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ പ്രയോജനം ലഭിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഇതൊരു സമഗ്രമായ ജീവിത ദർശനമാണ് ഗാന്ധി മുന്നോട്ട് വെച്ചത് എന്ന് അതൊന്ന് ആളുകൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. അവിടെ ആരോഗ്യശാസ്ത്രമുണ്ട്, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളുണ്ട്, സാമ്പത്തിക ശാസ്ത്രമുണ്ട് ഈ ഗാന്ധി ദർശനത്തിൽ. അത് അങ്ങനെ പല വിധത്തിലുള്ള അതിൻ്റെ ഉപവിഷയങ്ങളുണ്ട്. അതിനും ഞാനൊരു ഉദാഹരണം പറയാം. പർച്ചൂരി ശാസ്ത്രി എന്ന ഒരു യാചകനായ ഭിക്ഷക്കാരനെ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ, അദ്ദേഹം കുഷ്ഠരോഗബാധിതനായി. എല്ലാവരും തിരസ്കരിച്ചു. അന്ന് കുഷ്ഠരോഗി മണി കിലുക്കിക്കൊണ്ട് ഓടി നടക്കേണ്ട സമയമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഓടി അകലാൻ വേണ്ടി ഈ കുഷ്ഠരോഗി പോകുന്നിടത്തെല്ലാം മണി കിലുക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, പർച്ചൂരി ശാസ്ത്രിയെ, ഗാന്ധി സ്വന്തം ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. സേവാഗ്രാമാശ്രമത്തിൽ കൊണ്ടുവന്ന് ഗാന്ധി അദ്ദേഹത്തെ പാർപ്പിച്ചു. പർച്ചൂരി ശാസ്ത്രി എന്ന മനുഷ്യനെ, ഈ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യനെ ഗാന്ധി കാരുണ്യത്തോടെ അവിടെ ശുശ്രൂഷിച്ചു. രോഗം ഒട്ടൊക്കെ സുഖമായി. അപ്പോൾ അന്ന് ഗാന്ധി എഴുതിയ കാര്യങ്ങൾ, കുഷ്ഠരോഗത്തെക്കുറിച്ചും അത് പകരുന്ന രോഗമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ, ഈ രോഗിയെ ശുശ്രൂഷിക്കാമോ എന്നൊക്കെ എഴുതിയ കാര്യങ്ങൾ ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്നു. അത് ശരിയാണ്. മഹാത്മാവ് അന്ന് പറഞ്ഞത്, ഏതാണ്ട് 100 കൊല്ലത്തോളം മുമ്പ് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസ്, ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നു. ഗാന്ധി ഒരു ട്രെയിൻഡ് നേഴ്സായിരുന്നു. ഇത് സ്വന്തം ജീവിതത്തിലും ഒക്കെ പ്രയോഗിച്ചും പരീക്ഷിച്ചും നോക്കിയാണ് ഗാന്ധി ഇത് ഓരോന്നും എഴുതുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഗാന്ധി സൂക്ഷ്മദർശിനിയിലൂടെ, ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുന്ന ഒരു ചിത്രം കുട്ടികളെങ്കിലും കണ്ടിട്ടുണ്ടാവും. വളരെ രസകരമായിട്ട് അവർക്ക് ഇത് തോന്നും. അതൊക്കെ ഇദ്ദേഹം ട്രെയിൻഡ് നേഴ്സ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ്. പരിശീലനം കിട്ടിയ, 1 വർഷം പരിശീലനം കിട്ടിയ നേഴ്സ്. ഇന്ന് ആരോഗ്യ മേഖല വലിയ സംഭവങ്ങളെല്ലാം നമുക്ക് നൽകുന്നുണ്ട്. വലിയ ചികിത്സാ വിധികൾ, വലിയ ചികിത്സാ ചെലവ്, വലിയ വലിയ ഡോക്ടർമാര്, വലിയ വലിയ ടെക്നോളജി എല്ലാം അതിന്റെ പിന്നിലുണ്ട്. പക്ഷേ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ ചില ബേസിക് കാര്യങ്ങൾ വളരെ ഇന്നും പ്രസക്തമാണ്. കസ്തൂർബാ സ്മാരക മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ സ്ഥാപനത്തിൽ ഒരാൾ പോലും വരാതെ ഇത് അടച്ചു പൂട്ടുന്ന ദിവസമാണ് എൻ്റെ സ്വപ്നത്തിൽ ഇതിന്റെ തുടക്കം. അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഒരു മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധി നടത്തുന്ന പ്രഭാഷണമാണ്. അത് ഇത്രയേറെ ചിന്തിച്ചിട്ടായിരിക്കും അത് പറയണം. ഒരാൾ പോലും രോഗബാധിതനായോ അസ്വസ്ഥനായോ ഇങ്ങോട്ട് വരാതെ ഇത് അടച്ചു പൂട്ടുന്ന ദിവസമാണ് എൻ്റെ സ്വപ്നത്തിലുള്ളത്. ഇന്ന് ആശുപത്രികൾ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ഇന്നത്തെ ആശുപത്രികളും സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും ഒന്നും അങ്ങനെയല്ല. ഗാന്ധിജിയുടെ ഈ ദർശനം, ഈ സമീപനം എന്തുകൊണ്ടാണ് നമുക്ക് ലഭിച്ചത്, ഇന്ത്യക്ക് ലഭിച്ചത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അനന്ത സാധ്യതകളുള്ള ഈ ലോകത്തിൽ ഇതിൻ്റെ ശക്തി എന്ത് എന്നുകൂടെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ദീർഘമായി സംസാരിക്കാൻ പറ്റിയ അവസരമല്ല ഇതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റോബോട്ടിക്സിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വിർച്വൽ റിയാലിറ്റിയുടെയും ഒക്കെ ഒരു കാലഘട്ടം, അതുപോലെ തന്നെ ഒക്കെ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയുടെയും ഒരു കാലഘട്ടത്തിൽ
അങ്ങനെ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ പുരോഗതി പ്രാപിച്ചു, 4ാം വ്യവസായ വിപ്ലവത്തിലേക്ക് നാം കുതിച്ച് അടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ ഗാന്ധിയൻ ദർശനത്തിന്റെ പ്രസക്തി? എന്താണ് ഏതാണ്ട് 100 കൊല്ലത്തോളം അല്ലെങ്കിൽ 150 കൊല്ലത്തോളം ഒക്കെ പഴക്കമുള്ള ഈ ഒരു ദർശനത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് ചുരുക്കി പറയട്ടെ. ഈ അഡ്വാൻസ്മെന്റിന്റെ എല്ലാം, ഈ പുരോഗതിയുടെ എല്ലാം വിജയ കൊടി പാറിച്ച, അങ്ങനെ മുന്നേറുന്ന ഈ പുരോഗതിയുടെ എല്ലാം ഫലം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കിട്ടുന്നില്ലല്ലോ. ഇത് സാധാരണക്കാരിൽ ഒട്ടും എത്തുന്നില്ലല്ലോ. നിസ്സഹായം കൂടുതൽ നിസ്സഹായനാവുകയാണ് ചെയ്തത്. ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗി കൂടുതൽ അസ്വസ്ഥനാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സുഖം, ഈ മാനവരാശി പുരോഗതി നേടിയതിൻ്റെ ഒരു മെച്ചം സാധാരണക്കാരിൽ എത്തുന്നില്ല. അതുപോലെ എല്ലാ മനുഷ്യരും ഒരുപോലെ വേദനിക്കുന്ന, വിഷമിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കോവിഡിന്റെ കാര്യം അത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാതെ നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുല്യരായി എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെങ്ങുമുള്ള മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ഇത്തരം ദർശനങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു പവർഫുൾ ആയിട്ടുള്ള, എമേഴ്സൺ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള മനുഷ്യന്റെ കാര്യം നിങ്ങളോട് പറയൂ. നിങ്ങളുടെ കാലഘട്ടത്തിന്റെ ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. നെപ്പോളിയന്റെ ചരിത്രം പഠിക്കാതെ യൂറോപ്പിന്റെ ചരിത്രം പഠിക്കാൻ കഴിയില്ല. ഗാന്ധിയുടെ ചരിത്രമില്ലാതെ ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഏഷ്യയുടെ ചരിത്രം പഠിക്കാൻ കഴിയില്ല. ലോകമെങ്ങും ഗാന്ധിക്ക് ആരാധകരുണ്ടാവുന്നതിന്റെ കാരണം ഇതാണ്. നമ്മൾ വിസ്മരിക്കാൻ എത്രമേൽ ശ്രമിച്ചാലും ഈ ദർശനം കൂടുതൽ കൂടുതൽ പ്രസക്തമാവുന്നത് അതുകൊണ്ടാണ്. കൂടുതൽ കൂടുതൽ ആളുകൾ ഇത് മനസ്സിലാക്കുമ്പോൾ, ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ, ഇതിന്റെ പ്രസക്തി, ഈ ദർശനത്തിന്റെ ഒരു മനോഹാരിത കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടു വരും. നമ്മൾ സാമ്പ്രദായികമായ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം, ഗാന്ധി മാർഗത്തിലെ ഖദർ ധരിക്കുന്നതാണെങ്കിൽ ആ ഒരു കാര്യം മാത്രം ചെയ്താൽ അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈ പ്രകൃതിയോട് ഇണങ്ങുന്ന വസ്ത്രമാണ്. ഈ പ്രകൃതിയിൽ തന്നെ ഉള്ള വസ്തുക്കൾ അതിന് ഉപയോഗിച്ച് അത് ഉണ്ടാക്കുന്നു. കൃത്രിമ വസ്തുക്കൾ കഴിവതും കുറയ്ക്കുന്നു. അത് പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്നു. നമ്മൾ ആ ഒരു ഖദർ വസ്ത്രം സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഗ്രാമത്തിലെ സാധാരണക്കാരനായ ഒരു നെയ്ത്തുകാരന് അല്ലെങ്കിൽ ഒരു വ്യാപാരിക്ക് നേരിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ പണം എത്തുന്നു. ഇത് ഒരു ഭൂമിക്ക് ഭാരമാവാത്ത, പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ ഭൂമിക്ക് വലിയ ഭാരമാണ്. എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. എന്നാലും നമ്മളത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ഖദർ വസ്ത്രം അത് മണ്ണിൽ ലയിച്ചു ചേരും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണത്. ഇന്നിപ്പോ അതൊരു ട്രെൻഡായിട്ടും ഫാഷനായിട്ടും ഒക്കെ വളർന്നു വരുന്നുണ്ട്. നല്ല കാര്യം. അങ്ങനെയെങ്കിലും ആളുകൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഉപയോഗിച്ചാൽ പോലും അതിൻ്റെ പ്രയോജനം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത്, മനുഷ്യരാശിയുടെ ചരിത്രം എന്ന് പറയുന്നത് എമേഴ്സൺ പറയുന്നത് പോലെ ചില നിർണായക വ്യക്തികളുടെ ചരിത്രമാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ രീതി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത രീതിയിലാവട്ടെ, അങ്ങനെ പ്രസക്തമാവട്ടെ. ആ പ്രസക്തി നമ്മൾ ഓരോരുത്തരും സ്വയം പരീക്ഷിച്ചും വിലയിരുത്തിയും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും ആണ് നമ്മളത് തെളിയിക്കേണ്ടത്. ഞാൻ ഒഴിച്ച് എല്ലാവരും ഗാന്ധിയാവട്ടെ എന്ന് കവി പാടിയതുപോലെ അല്ല. മറ്റുള്ള എല്ലാവരും ഗാന്ധി മാർഗം സ്വീകരിച്ചു കൊള്ളട്ടെ എന്നല്ല. ഈ മാറ്റങ്ങളുടെ എല്ലാം തുടക്കം, ഈ ദർശനത്തിന്റെ ഒരു ഉൾക്കൊള്ളൽ അത് എന്നിലാവട്ടെ അത് തുടങ്ങുന്നത്, ഞാനാവട്ടെ അതിൻ്റെ ആദ്യത്തെ പ്രയോക്താവ് എന്ന നിലയിലാണെങ്കിൽ ഗാന്ധിമാർഗം കൂടുതൽ പ്രയോജനകരമായി നമുക്ക് ഭവിക്കും, നമ്മുടെ സമൂഹത്തിന് ഭവിക്കും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള, സാങ്കേതിക വിദ്യയുടെ വളരെയധികം മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ഒരു ലോകത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്കായുള്ള പരിശ്രമങ്ങൾ കൊണ്ട് മാത്രം ഗാന്ധിമാർഗം നടപ്പിലാവുമെന്നോ നടപ്പിലാക്കാൻ കഴിയുമെന്നോ നമുക്ക് വിചാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി വിചാരിക്കാൻ കഴിയില്ല. അതിനൊരു സംഘബോധം ആവശ്യമുണ്ട്. ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, ആ വിധത്തിൽ വ്യക്തിതലത്തിൽ അങ്ങനെയുള്ള ആളുകൾ, ഇതിനെ എതിർക്കുന്ന ആളുകൾ, അതല്ല ഗാന്ധിയുടെ ആ ഒരു സഹിഷ്ണുത നമ്മൾ കാണും. നാസ്തികന്റെ നാസ്തിത്വമാണ് എൻ്റെ ഈശ്വരൻ എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നാസ്തികനായ ഫ്രണ്ടുണ്ട്, എത്തിയിസ്റ്റ് ഫ്രണ്ടുണ്ട് ഗാന്ധിക്ക്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ, ഗോറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെയൊക്കെ ഉള്ള ആ ദർശനത്തെ, സഹിഷ്ണുതയുടെ, നന്മയുടെ ആ ദർശനത്തെ ഉൾക്കൊള്ളുവാൻ ഏറിയും കുറഞ്ഞും നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സന്ദേശം.
എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ മുകുന്ദൻ സാറ്, അതുപോലെ തന്നെ മിഥുൻ, ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മഹാത്മാഗാന്ധി പടികേറി വന്നിട്ടുള്ള മാതൃഭൂമി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ 27 വർഷമായി പ്രവർത്തിച്ചു വരുന്നത്. ഞാൻ അവിടുത്തെ ഒരു ജീവനക്കാരനാണ്. അപ്പോൾ ഒക്കെ മഹാത്മാഗാന്ധിയുടെ രക്തം പുരണ്ട മണ്ണ് ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരിക്കലും കെടാത്ത ഒരു വിളക്കും. ആ മണ്ണ് സുമിത്ര ഗാന്ധി കുൽക്കർണി, ഞങ്ങളുടെ മുൻ മാനേജിംഗ് ഡയറക്ടറായ MP വീരേന്ദ്രകുമാർ സാറിന് സമ്മാനിച്ചതാണ്. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇരിക്കട്ടെ എന്ന്. നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാളിൽ, വിക്ടോറിയ രാജ്ഞി തറക്കല്ലിട്ട കോഴിക്കോട് ടൗൺ ഹാളിൽ, മഹാത്മാഗാന്ധി പ്രസംഗിച്ചിട്ടുള്ള ടൗൺ ഹാളിൽ കെ മാധവൻ നായരെ കുറിച്ച് മഹാത്മാഗാന്ധി പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ ഛായാപടം അവിടെ അനാച്ഛാദനം ചെയ്തു. അതിനുശേഷം മഹാത്മാഗാന്ധി ഇവിടെ മാതൃഭൂമിയിൽ 1934 മാതൃഭൂമിയിൽ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്: മാതൃഭൂമി ഹാസ് എ യുണീക് പൊസിഷൻ എമംഗ് ഇന്ത്യാസ് ന്യൂസ് പേപ്പേഴ്സ്. മാതൃഭൂമിക്ക് ഇന്ത്യയിലെ ദിനപത്രങ്ങളുടെ ഇടയിൽ തനതായ ഒരു സ്ഥാനമുണ്ട്, അതിൻ്റെ മാത്രമായ ഒരു സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.